എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഷാൺമാധുരസ്തവം ജ്ഞാനവല്ലരി 1 കടക്കുകയാണ്. ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരീഷു തമസൂരീകൃതായുധ നിവാരിത ദോഷ നിജനാരീകലാല സമനാം ക്രൂരീഭവത് തിമിരചാരീഹിതാപദുര രീനീതി സൂരി കരുണാവാരീണ വാരിധര ഗൗരീ കിശോര മമ ദൂരീകുരുക്ഷ ദുരിതം. ഗൗരീ സഹായ, ഗൗരിക്ക് സഹായമായിട്ടുള്ളവനെ. സുഹൃദൂരീകൃതാവയവ, സുഹൃത്തുക്കളാൽ ഊരീകൃതമായ അവയവത്തോടു കൂടിയവനെ, അതായത് സജ്ജനങ്ങൾ സ്വാംശീകരിച്ച് സ്വന്തമാക്കി തീർത്ത ശരീരത്തോട് കൂടിയവനെ. ഭൂരിഷു വൈരിഷു, എണ്ണമില്ലാത്ത ശത്രുക്കളിലെ. തമസൂരീകൃതായുധ, തമസിനെ സൂര്യനാക്കി മാറ്റിയ ആയുധത്തോട് കൂടിയവനെ, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ജ്ഞാനമാകുന്ന സൂര്യനാക്കി തീർത്ത ആയുധത്തോട് കൂടിയവനെ. നിവാരിത ദോഷ, നിവാരിതമായ, അതായത് നിവാരണം ചെയ്യപ്പെട്ട ദോഷത്തോടു കൂടിയവനെ, ദോഷങ്ങളൊന്നും തീണ്ടിയിട്ടില്ലാത്തവനെ. നിജ നാരീകലാലസമന, നിജ നാരികത്തിൽ മാത്രം ലാലസമായ മനസ്സോട് കൂടിയവനെ, അതായത് സ്വന്തം ആധ്യാത്മിക സത്തയിൽ മാത്രം വ്യാപരിച്ച് രസിക്കുന്ന മനസ്സോടു കൂടിയവനെ. ക്രൂരീഭവത് തിമിരചാരി, തിമിരചാരികളോട് ക്രൂരീഭവിക്കുന്നവനെ, അതായത് ഇരുട്ടിൽ സഞ്ചരിക്കുന്നവരോട്, ദുഷ്ടജനങ്ങളോട് ക്രൂരഭാവം കാണിക്കുന്നവനെ. ഹിതാപദൂരരി, ഹിതന്മാരുടെ ആപത്തുകളെ ഉരരീകരിക്കുന്നവനെ, തന്നോടടുക്കുന്ന സജ്ജനങ്ങളുടെ ആപത്തുകളെ സ്വാംശീകരിച്ചു കളയുന്നവനെ. നീതി സൂരി, നീതി എന്തെന്ന് അറിയുന്നവനെ. കരുണാവാരീണ വാരിധര, കരുണയാകുന്ന മഴ കോരിച്ചൊരിയുന്ന അതിന് തയ്യാറായി നിൽക്കുന്ന മേഘമായിട്ട് ഉള്ളവനെ. ഗൗരീ കിശോര, ഗൗരിയുടെ കിശോരനായിട്ടുള്ളവനെ, അതായത് പാർവതിയുടെ കുഞ്ഞായിട്ടുള്ളവനെ. മമ ദുരിതം, എൻ്റെ ദുരിതം. ദൂരീകുരുഷ്വ, അകറ്റിത്തരേണമേ. ഗൗരിക്ക് സഹായമായിട്ടുള്ളവനെ, സജ്ജനങ്ങൾ സംശീകരിച്ച് സ്വന്തമാക്കിയ ശരീരത്തോടു കൂടിയവനെ, എണ്ണമില്ലാത്ത ശത്രുക്കളിലെ ഇരുട്ടിനെ സൂര്യനാക്കി തീർത്ത മാഹാത്മ്യമുള്ള ആയുധത്തോടു കൂടിയവനെ, ദോഷങ്ങളൊന്നും തീണ്ടിയിട്ടില്ലാത്തവനെ, സ്വന്തം നാരികത്തിൽ, അതായത് ആധ്യാത്മികതയിൽ മാത്രം വ്യാപരിച്ച് രമിക്കുന്ന മനസ്സോടു കൂടിയവനെ, ദുഷ്ടജനങ്ങളോട് ക്രൂരഭാവം കാണിക്കുന്നവനെ, തന്നോടടുക്കുന്ന സജ്ജനങ്ങളുടെ ആപത്തുകളെ സ്വാംശീകരിച്ച് അവരെ രക്ഷിക്കുന്നവനെ. നീതി എന്തെന്ന് അറിയുന്നവനെ, കാരുണ്യമാകുന്ന മഴ കോരിച്ചൊരിയുന്നതിന് തയ്യാറായി നിൽക്കുന്ന മേഘമായിട്ടുള്ളവനെ, പാർവതിയുടെ കുഞ്ഞായിട്ടുള്ളവനെ, എൻ്റെ ദുരിതം അകറ്റിത്തരേണമേ. ഷാൺമാധുരൻ എന്ന നിലയിൽ ഭഗവാന് 6 അമ്മമാരാണ്. 3 കൃത്തികകൾ, ഗംഗ, പൃഥ്വി, ദുർഗ എന്നിങ്ങനെ ഈ 6 മാതാക്കളും ഒന്നായി തീർന്നതാണ് ഗൗരി. പാർവതി തന്നെയാണ് 6 മാതാക്കളായി രൂപം പകർന്നത്. ഈ 6 അമ്മമാരെയും ഒരേ സമയം സഹായിക്കാൻ വേണ്ടി ഭഗവാൻ 6 തലയുള്ളവനായി, ഷൺമുഖനായി. അങ്ങനെ ഷാൺമാധുരൻ തന്നെ ഷൺമുഖനായി. ഭഗവാനെ സമീപിച്ച ശത്രുക്കളിൽ ഏറ്റവും പ്രമുഖരാണ് അസുരന്മാർ. താരകാസുരനെ കൊല്ലാൻ വേണ്ടിയാണല്ലോ ഭഗവാൻ ജന്മമെടുത്തത് തന്നെ. അസുരന്മാരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഇരുട്ടാണ്. അവരുടെ മനസ്സ് നിറയെ കാമമാണ്.
നമ്മിൽ തന്നെയുള്ള ഇരുട്ടിനെയും അജ്ഞാനത്തിൻ്റെയും വശങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന കഥാപാത്രങ്ങളാണ് അസുരന്മാർ. ആ അസുരന്മാരെ തോൽപ്പിക്കുക എന്നാൽ അവരവരിൽ തന്നെയുള്ള ഇരുട്ടിനെ ജയിക്കുക എന്നാണ് അർത്ഥം. ഇരുട്ടിനെ ഇല്ലാതാക്കാൻ എന്തു വേണം? വെളിച്ചം വേണം, അഥവാ സൂര്യൻ ഉദിക്കണം. ഭഗവാന്റെ ദിവ്യമായ ആയുധത്തിൻ്റെ ശക്തി നമ്മളിലുള്ള തമസിനെ ഇല്ലാതാക്കി അതിൻ്റെ സ്ഥാനത്ത് ജ്ഞാനസൂര്യനെ ഉദിപ്പിക്കുന്നുവെന്നതാണ്. ജ്ഞാനോദയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളുമില്ല. അറിവില്ലായ്മ ഉള്ളിടത്തു മാത്രമേ ശത്രുക്കൾ ഉണ്ടാവുകയുള്ളൂ. അറിവില്ലായ്മ കൊണ്ടുള്ള ദോഷങ്ങൾക്ക് എണ്ണമില്ല, അതുകൊണ്ട് ശത്രുക്കൾക്കും എണ്ണമില്ല. എണ്ണമില്ലാത്ത ഈ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഒരൊറ്റ ആയുധം മതി, അറിവാകുന്ന ആയുധം. അതാണ് ഭഗവാന്റെ കൈവശം ഉള്ളത്. അങ്ങനെയുള്ള ഗൗരി കിശോരനാണ് ഭഗവാൻ. എന്നും ഭഗവാൻ കുട്ടിയാണ്. ഭഗവാന് വാർദ്ധക്യമില്ല. സകല ജീവജാലങ്ങളും ഉണ്ടായി വളർന്ന് വാർദ്ധക്യം പ്രാപിച്ച് ഇല്ലാതായി തീരുന്നതാണ്. എന്നാൽ ജീവിതമെന്ന സത്യമാകട്ടെ എന്നും കുട്ടിത്തമുള്ളതാണ്. ആ ജീവിതത്തിൽ പൊരുളായിരിക്കുന്ന ഭഗവാനും കുട്ടിത്തമുള്ളവനാണ്. ജീവിതത്തിൻ്റെ ഈ നിത്യന്യൂനതത്വം കാണാതിരിക്കുമ്പോഴാണ് ജീവിതം ദുരിതപൂർണമാണെന്ന് തോന്നുന്നത്. നിത്യനൂതനമായ ഭഗവാൻ തന്നെയാണ് നിത്യനൂതനമായ ജീവിതമായി വിരിഞ്ഞു നിൽക്കുന്നതെന്ന് കണ്ടെത്തി കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ നിന്നും ദുരിതങ്ങളെല്ലാം എവിടെയോ പോയി മറഞ്ഞുവെന്ന അനുഭവമുണ്ടാകും. ആ തരത്തിൽ ഭഗവാൻ എൻ്റെ ദുരിതങ്ങളെല്ലാം അകറ്റണമേ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരിഷു തമസൂരീകൃതായുധ നിവാരീത ദോഷ നിജനാരീകലാല സമനാം ക്രൂരീഭവത്തിമിരചാരീഹിതാപദുര രീനീതിസൂരി കരുണാവാരീണവാരിതര ഗൗരീ കിശോര മമ ദൂരീകുരുഷ്വ ദുരിതം. അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.